ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് സംവിധാനത്തിൽ വലിയ ചില മാറ്റങ്ങൾ വരികയാണ്. ഫെബ്രുവരി 1-ന് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ആദായ നികുതി പരിഷ്കരണങ്ങൾ ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരും. നിങ്ങൾ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിലും ആദായ നികുതി സംബന്ധിച്ച ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ഏപ്രിൽ 1 മുതൽ നികുതി സമ്പ്രദായത്തിൽ വരുന്ന 6 പ്രധാന മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ വലിയ മാറ്റം 1961 ആദായ നികുതി നിയമം വഴിമാറുന്നു എന്നതാണ്. പകരമായി ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വരും. നികുതി നിയമങ്ങൾ ലളിതമാക്കാനാണ് ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത്. നിയമം മാറുന്നെങ്കിലും നിലവിലെ ടാക്സ് സ്ലാബുകളിൽ മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാമത്തെ മാറ്റം ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി സംബന്ധിച്ചാണ്. ITR 3, ITR 4 ഫയൽ ചെയ്യുന്നതിന് ഇനി ജൂലൈ 31 പകരം ഓഗസ്റ്റ് 31 വരെ സമയം ലഭിക്കും. പക്ഷേ ITR 1, ITR 2 ഫയൽ ചെയ്യുന്നവർക്ക് ഡെഡ് ലൈൻ ഇപ്പോഴും ജൂലൈ 31 തന്നെയാണ്. മൂന്നാമത്തെ വലിയ മാറ്റം നിങ്ങൾക്ക് നികുതി റിട്ടേൺ തിരുത്താൻ കൂടുതൽ സമയം നൽകുന്നതാണ്. മുൻപ് ഡിസംബർ 31 വരെ മാത്രമായിരുന്നു റിട്ടേണുകൾ തിരുത്താൻ അവസരം. ഇനി മാർച്ച് 31 വരെ റിട്ടേണുകളിൽ തിരുത്തൽ വരുത്താം. നാലാമത്തെ മാറ്റം TCS അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് സംബന്ധിച്ചാണ്. ചില ഇടപാടുകളിൽ TCS നിരക്കുകൾ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മദ്യത്തിൻ്റെ ഉറവിട നികുതി 1% നിന്ന് 2% വർദ്ധിക്കും. ആക്രി സാധനങ്ങളുടെ വിൽപ്പനയിലും 1% നിന്ന് 2% TCS നികുതി ഉയരും. അഞ്ചാമത്തെ മാറ്റം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ടാണ്. ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡുകളുടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ STT വർദ്ധിപ്പിച്ച നടപടി ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഫ്യൂച്ചർ ട്രേഡുകളുടെ STT 0.02% നിന്ന് 0.05%, ഓപ്ഷൻസ് പ്രീമിയത്തിൻ്റെ STT 0.02% നിന്ന് 0.15%. റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് F&O ട്രേഡിംഗ് അനാകർഷമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ആറാമത്തെ മാറ്റം വിദേശത്ത് കണക്കിൽപ്പെടുത്താത്ത ആസ്തികളോ വരുമാനങ്ങളോ ഉള്ളവർക്ക് ഒരു തവണ മാത്രം ലഭിക്കുന്ന ആസ്തി വെളിപ്പെടുത്തൽ അവസരം നിലവിൽ വരുന്നു എന്നതാണ്. നികുതി അടച്ച ഈ സ്വത്തുക്കൾ നിയമവിധേയമാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും.